ആലപ്പുഴ ചേർത്തലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയതോടെ മലിനമായ തോട്ടിൽ കിടന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് AS കനാലിലൂടെയുള്ള വെള്ളമൊഴുക്ക് നിലച്ചതോടെയാണ് വീടുകളിൽ വെള്ളം കയറിയത്. പി പ്രസാദ് അടക്കമുള്ള ജനപ്രതിനിധികളും പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തി. 20 മീറ്റർ വീതിയിൽ വെള്ളമൊഴുകിയിരുന്ന AS കനാലിലെ പുത്തൻതോട് ദേശീയപാത നിർമ്മാണത്തിനായി 4 മീറ്ററിലേക്ക് ഒതുക്കി. ഇതോടെ കുത്തിയൊഴുകി വരുന്ന വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് നിലച്ചു. ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ 7 വാർഡുകളിൽ 300-ലധികം വീടുകൾ വെള്ളത്തിലായി. ശുചിമുറി മാലിന്യമടക്കം വീടുകളിലേക്ക് ഒഴുകിയെത്തിയതോടെ സഹികെട്ട ജനങ്ങൾ AS കനാലിൽ കിടന്ന് പ്രതിഷേധിച്ചു. ഇന്ന് രാത്രി മഴ പെയ്യണമെങ്കിൽ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ വാതിൽക്കൽ വന്ന് കിടക്കും. ഉറപ്പാണ്. എല്ലാവരും വിളിച്ചിട്ട് കിടക്കും. ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങളുടെ വീടുകളിൽ ബാത്റൂമിലും മറ്റു ഒരു കാര്യത്തിനും അകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടന്ന വിവിധ യോഗങ്ങളിൽ AS കനാലിലെ പ്രശ്നം പരിഹരിക്കാമെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇത് പാലിക്കപ്പെട്ടില്ല. ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്താണ് വീഴ്ചയെന്നാണ് BJP ഉയർത്തുന്ന ആരോപണം. ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ നമ്മുടെ ഓടകളും തോടുകളും ഹൈവേ ക്രോസ് ചെയ്യുന്ന ഭാഗത്തെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് തരാമെന്ന് ഇവർ പറഞ്ഞിരുന്നു. പക്ഷേ യാതൊന്നും ഇവരുടെ ഭാഗത്ത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം. ചേർത്തല MLA പി പ്രസാദും നഗരസഭാധ്യക്ഷനും അടക്കമുള്ള ജനപ്രതിനിധികൾ തിരുവഴയിലെ NHAI ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. 100 കണക്കായ വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അവരെയാണ് രക്ഷപ്പെടുത്തേണ്ടത്. ആ കാര്യത്തിൽ അല്പം പോലും ഞങ്ങൾ പുറകോട്ട് പോയില്ല. ജില്ലാ ഭരണകൂടവും പ്രശ്നത്തിൽ ഇടപെട്ടു. ഇന്ന് രാത്രിക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പ് നൽകിയതോടെ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. പരിഹാരമായില്ലെങ്കിൽ ജനകീയ പ്രതിഷേധം ശക്തമാക്കാനാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. റിപ്പോർട്ടർ, ആലപ്പുഴ.